കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സെരുബ്ബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് സഖറിയ പ്രവാചകൻ്റെ പുസ്തകം തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പുനഃസ്ഥാപനത്തെപ്പറ്റി അല്ലെങ്കിൽ യഥാസ്ഥാപനത്തെപ്പറ്റി യെരൂശലേമിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണ്. അതല്ലേ, ഇസ്രായേൽ ജനം 70 ആണ്ടുകൾ ബാബിലോണിൻ്റെ അടിമനുഖത്തിനകത്ത് പ്രവാസികളായി കിടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിനകത്ത് നിന്ന് കോരശിൻ്റെ രംഗപ്രവേശനത്തോടുകൂടി, അതായത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പ്രവാചക ശബ്ദമുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവിന് ശേഷമുള്ള രാജകീയ സമയത്താണ് സ്തോത്രം ഈ ബാബിലോണിയ സാമ്രാജ്യം തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അല്ലേ, സ്തോത്രം. അവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ജനം ഘട്ടം ഘട്ടമായിട്ട് ഓരോ നായകന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ യെരൂശലേമിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിത്വങ്ങളാണ് നെഹമ്യാവ്, യസ്രാ, സെരുബ്ബാബേൽ, സഖറിയാവ്, ഹഗ്ഗായി, സ്തോത്രം, ദാനിയേൽ എന്ന ദാനിയേലൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെയൊക്കെ ഈ വ്യക്തികളിലൂടെയാണ് ദൈവം ഒരു മടങ്ങിപ്പോക്ക് കാണുവാൻ അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അല്ലേ, എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ അവരുടെ മടങ്ങിപ്പോക്കിനോടൊപ്പം തന്നെ ഒരു റെസ്റ്റോറേഷൻ ആവശ്യമായൊരു ഭാഗമാണ് യെരൂശലേം ദേവാലയം. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ മേഖലകളെക്കാളും ഏറ്റവും അധികം അവർ ശ്രദ്ധിച്ചിരുന്നത് അവർ ആരാധിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അവരുടെ ആഗ്രഹവും അവരുടെ ദാഹവുമായിരുന്നു. അപ്പം ആ ആലയത്തിൻ്റെ പണിയും കൂടെ നടക്കപ്പെടും. അല്ലേ, നെഹമ്യാവിൻ്റെ കാലഘട്ടമൊക്കെ നമുക്കറിയാം. വാതിലും തകർന്നു പോകുന്ന സാഹചര്യം, മതിൽ തീ വെച്ച് ചുട്ടുകളഞ്ഞ സാഹചര്യം, ഇതിനൊക്കെ ദൈവം റീബിൽഡ് ചെയ്യുന്നത് നെഹമ്യാവിലൂടെയാണ്. അപ്പോൾ ഇവിടെ സഖറിയാവെന്ന പ്രവാചകനോടുള്ള ബന്ധത്തിൽ സെരുബ്ബാബേലിനെ നോക്കി പറയുകയാണ്, സെരുബ്ബാബേലാണ് ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടത്, അവൻ്റെ കൈ അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ കൈ അത് തീർക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഈ വാക്യം വായിക്കുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തിൻ്റെ റെസ്റ്റോറേഷൻ ഇതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. എന്തെന്നറിയാമോ? അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ട്, പല ആത്മീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടിട്ട്, പല ഭൗതിക പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ, അതിൻ്റെ ക്രമീകരണം, അതിൻ്റെ പൂർണ്ണത കാണാൻ കഴിയാതെ പല വിഷയങ്ങൾക്കകത്തും ഭാഗികതകൾ വെളിപ്പെട്ടു നിൽക്കുന്ന മേഖലകൾ സ്തോത്രം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക്, ആ വിഷയത്തിനകത്ത് ഒരു ദൈവിക ഇടപെടൽ നടക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ കൈ പലത് ആരംഭിച്ചു, ചില പ്രവൃത്തികൾക്ക് നീ തുടക്കമിട്ടു, ചില ആത്മീക മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടു, ഭൗതികമായ ചില പ്രവൃത്തികൾക്ക് തുടക്കമിട്ടു. ഒരുപക്ഷെ അത് വീടുപണിയാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ക്രമീകരണങ്ങളാകാം, നിന്റെ ജീവിതത്തോടുള്ള, കുടുംബജീവിതത്തോടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാകാം. പലതും അതിൻ്റെ പൂർണ്ണതകളിൽ എത്താതെ ഇന്ന് പ്രഭാതത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ വിഷയത്തിനകത്തൊരു ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഏത് പ്രവൃത്തികൾക്ക് തുടക്കമിട്ടോ അത് നിന്റെ കൈ കൊണ്ടത് പൂർത്തീകരിക്കത്തക്ക രീതിയിൽ, നിന്റെ കൈ കൊണ്ടത് ഫിനിഷ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. പല പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ട് ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ, ഒരു പൂർണ്ണത അനുഭവിക്കാൻ കഴിയാതെ, ഒരു ദൈവിക പ്രവൃത്തികളുടെ ഫിനിഷിംഗ് പോയിന്റിൽ വരുവാൻ കഴിയാതെ വണ്ണം ഇന്നും വ്യാകുലതകളോടെ ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അവിടുത്തെ ശക്തിയാൽ ആ വിഷയത്തിനകത്തൊരു ദൈവിക പരിഹാരം വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.